മുഹമ്മദ് ഫർഹാൻ ബി.എം. യുവജന രാഷ്ട്രീയത്തിന്റെ പുത്തൻ മുഖം മാത്രമല്ല, മാറ്റം ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനതയുടെ ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ഹൃദയസ്പന്ദനം കൂടിയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പും രാഷ്ട്രീയ രംഗത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമായി ബി.എം. 16-ാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ ജനവിധി തേടുന്ന ഫർഹാൻ ബി.എം. ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത്. MSF പൊന്നാനി നിയോജകമണ്ഡലം സെക്രട്ടറി, ട്രഷറർ, ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ച ഫർഹാൻ നിലവിൽ MSFന്റെ മലപ്പുറം ജില്ലാ ക്യാമ്പസ് വിംഗ് കൺവീനറാണ്. നാട്ടുകാരുടെ ഏതാവശ്യത്തിനും സജീവമായി മുന്നിൽ നിൽക്കുന്ന ഫർഹാൻ നല്ലൊരു പ്രഭാഷകനും നിരവധി ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയുമാണ്. പഠന കാലയളവിൽ നിരവധി ദേശീയ സെമിനാറുകളിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരങ്ങൾ ഈ യുവാവിന് ലഭിച്ചു. ജനസേവനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഈ യുവാവ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നാട്ടിലെ ജനതയ്ക്കായി ഭരണപരമായ അധികാരമില്ലാതെ തന്നെ നടത്തിയ ഇടപെടലുകൾ ഒട്ടനവധിയാണ്. എക്കാലവും കുടിവെള്ളക്ഷാമം നേരിടുന്ന ബി.എം. പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചു നൽകി. ശബരിമല തീർത്ഥാടകർ മുതൽ നിരവധി ആളുകൾ ആശ്രയിച്ചിരുന്ന ബി.എം. കായൽ കുളിക്കടവ് മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായപ്പോൾ കായൽ ശുചീകരണത്തിന് നേതൃത്വം നൽകി. പ്രളയം നാടിനെ കണ്ണീരിൽ കുതിർത്തപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ അവർക്കൊപ്പം നിന്നു. പുനരധിവാസവും അവശ്യ സാധനങ്ങൾ എത്തിക്കാനും ഫർഹാൻ ബി.എത്തിന് കഴിഞ്ഞു. നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തും ക്രിയാത്മകമായ അനവധി ഇടപെടലുകൾ നടത്തിയ ഈ യുവജനസേവകൻ കോവിഡ് മഹാമാരി കാലത്ത് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ഹാൻഡ് വാഷ്, മാസ്ക്, നിത്യരോഗികൾക്കുള്ള മരുന്നുകൾ എന്നിവ എത്തിച്ചു. ക്വാറന്റൈൻ കേന്ദ്രം ശുചീകരിച്ചു. അങ്ങനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടിന് തന്നെ കൈത്താങ്ങായി ഫർഹാൻ ബി.എം. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തന്നെയാണ് മുഹമ്മദ് ഫർഹാനെ മറ്റേതൊരു സ്ഥാനാർത്ഥിയിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എല്ലാ കാലത്തും മാറി മാറി ജയിച്ചു വരുന്ന കൌൺസിലർമാരുടെ വികസന ആശയങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുക. നാടിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം. ഗ്രാമങ്ങളിൽ വായനശാലകൾ വേണം. യുവതീ യുവാക്കൾക്കും അമ്മമാർക്കുമായി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ കൊണ്ടുവരും. അംഗനവാടികൾ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റി കുരുന്നുകളുടെ വിദ്യാഭ്യാസ തുടക്കത്തിന് പുത്തൻ മാറ്റങ്ങൾ കൊണ്ടുവരും. 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് ജോലിക്കുള്ള സഹായമായി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ കോച്ചിംഗ് സെന്ററുകൾ തുടങ്ങും. വാർഡിലെ കുടിവെള്ള പ്രശ്നം ശാസ്ത്രീയമായി നല്ല രീതിയിൽ പരിഹരിക്കും. ഇതെല്ലാമാണ് ഫർഹാൻ എന്ന യുവ സ്ഥാനാർത്ഥിയുടെ നാടിനായുള്ള വേറിട്ട വികസന കാഴ്ചപ്പാടുകൾ. ഫർഹാന്റെ പൊതുപ്രവർത്തന രംഗത്തെ മികച്ച സേവനത്തിനുള്ള അംഗീകാരം കൂടിയാണ് 23ാം വയസ്സിലെ സ്ഥാനാർത്ഥിത്വം. കഠിനാധ്വാനവും ധീരമായ നിലപാടുകളും കൊണ്ട് ജനസേവന പാതയിൽ ഇതിനോടകം തന്റേതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ ഫർഹാൻ ബി.എം. ഓരോ സാധാരണക്കാരന്റെയും തൊഴിലാളി, വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനസ്സുകളിലും ഹൃദയ താരമായി ഉണർന്നു കഴിഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും പൊതുരംഗത്തെത്തിയ ഫർഹാൻ ബി.എം. നാട്ടുകാരുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞു പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകൻ ആണെന്ന് നിസ്സംശയം പറയാം. ഇത്തവണത്തെ നിങ്ങളുടെ വോട്ടുകൾ മുഹമ്മദ് ഫർഹാൻ ബി.എം.ത്തിന് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ബി.എം. 16-ാം വാർഡിൽ നിന്നും പൊന്നാനി നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിനീതൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ്. കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ്.